ഹായ് ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് ഖത്തറിൽ അൽക്കറാറയുടെ അടുത്തുള്ള ഒരു സ്പെഷ്യൽ സ്പോട്ടിലാണ്. അധികം ആരും എത്തിപ്പെടാത്ത അല്ലെങ്കിൽ ഒന്നും ഒരു ഫേമസ് അല്ലാത്തൊരു ഏരിയയാണ്. പക്ഷേ എന്താ വെച്ചാൽ ഒരു സാൻഡ് ഡ്യൂണാണ്. പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയാൽ കാണാൻ പറ്റും, നല്ല അടിപൊളി ഡ്യൂൺസാണ്. പക്ഷെ ഇതിൽ ഒരുപാട് ട്രഷറുകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇത് വെറും ഒരു സാൻഡ് ഡ്യൂൺസ് അല്ല. ഇതിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് ഫോർവീൽ കാറോ ബൈക്കോ ഒന്നും ആവശ്യമില്ല. നമുക്ക് സാധാരണ നോർമൽ സെഡാൻ വെച്ചിട്ട് തന്നെ നമുക്ക് ഇവിടെ എത്തിപ്പെടാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്പെഷ്യാലിറ്റി, ആ ട്രഷർ എന്താണെന്ന് നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലെറ്റ്സ് ഗോ വിത്ത് ഡിസ്കവർ. ദോഹയിൽ നിന്നും ഏകദേശം 45 കിലോമീറ്റർ അകലെ സിംഗിങ് സാൻഡ് ഡ്യൂൺസ് എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു സ്ഥലത്തേക്കാണ് ഇന്നത്തെ യാത്ര. സഞ്ചാരി ഖത്തർ കൂട്ടായ്മയുടെ മീറ്റപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഈ കാണുന്ന ജംഗ്ഷനിൽ നിന്നും ലെഫ്റ്റ് തിരിഞ്ഞു പോകുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് സാൻഡ് ഡ്യൂൺസ് കാണാൻ സാധിക്കും. ഏകദേശം ഈ ഒരു പോയിന്റിലെത്തുമ്പോൾ റൈറ്റ് തിരിഞ്ഞ് നിങ്ങൾക്ക് ലൊക്കേഷനിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. ഏകദേശം ഒരു 100 മീറ്റർ ഓഫ് റോഡ് യാത്ര ചെയ്യുവാനുണ്ട്. ഹാഫിസ് ഭായ്, ഇവിടുത്തെ കാര്യമായിട്ടുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹായ്, സഞ്ചാരിയുടെ പ്രോഗ്രാമാണ്. സിംഗിങ് സാൻഡ് ഡ്യൂൺസിലേക്കാണ് സഞ്ചാരി പ്രാവശ്യം പ്രോഗ്രാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നിങ്ങൾ അധികാരം എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലമാണെന്നുള്ളത്. ഈ സ്ഥലത്തിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. നിങ്ങൾ ഈ കാണുന്ന സാൻഡ് ഡ്യൂൺസ്, കുറച്ച് സാൻഡ് ഡ്യൂൺസ് എവിടെ ഉള്ളൂ. പക്ഷേ ഈ സാൻഡ് ഡ്യൂൺസ് നിങ്ങൾ ഇവിടുന്ന് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഒരു പ്രത്യേകതരം ശബ്ദം ഉണ്ടാക്കും. ആ ശബ്ദം അത് മാത്രമല്ല, നിങ്ങളിപ്പോൾ ഇവിടെ ഇരുന്നിട്ടാണ് താഴോട്ട് ഇറങ്ങുന്നതെങ്കിൽ ഇരിക്കുന്നവർക്ക് അത് ശബ്ദം ഒരു പ്രകമ്പനായിട്ട് നിങ്ങൾക്ക് ഒരു റിഫ്ലക്ഷനൊക്കെ ആയിട്ട് തോന്നും. ഇതിൻ്റെ ആ ഒരു സൈഡ് ഇപ്പം നമ്മൾ സൂര്യന് ഈ സൈഡ് ആയതുകൊണ്ട് തന്നെ, സൂര്യ സൺസെറ്റിന്റെ സമയം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാണുന്ന ലൈറ്റ് കാണുന്ന ഏരിയ മൊത്തം ചൂടായിരിക്കും. അതുപോലെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് തണുപ്പ് കാലമായതുകൊണ്ട് അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ലൈറ്റ് കളറിൽ കാണുന്ന ഭാഗത്ത് നല്ല ചൂടാണ്, ഈ ഷെയ്ഡ് ആയിട്ട് കാണുന്ന ഭാഗത്ത് നല്ല തണുത്ത മണലാണ്. കറക്റ്റ് നമുക്ക് ഈ തൊടുന്ന സമയത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. അടുത്ത നമ്മൾ ഓഫീസിൽ പറഞ്ഞ സൗണ്ട് കേൾപ്പിച്ചു കേട്ടോ. ഇതിനിടയിലാണ് അരണയോട് സാമ്യം തോന്നുന്നൊരു ജീവിയെ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. സാൻഫിഷ് എന്നാണ് അതിൻ്റെ പേര്. ഇതെത്രത്തോളം അപകടകാരിയാണെന്നത് എനിക്കറിയില്ല. ഇതിനെക്കുറിച്ച് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രത്യേകം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സാൻഡ് ഡ്യൂൺസ് മാത്രമല്ല, അതിമനോഹരമായ സൺസെറ്റ് കൂടെ നമുക്കവിടെ ആസ്വദിക്കാൻ സാധിക്കും.